എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുക്കളയിലെ വിശാലമായ മേശപ്പുറത്തിരുന്ന വെള്ളം നിറച്ച ജഗ് കൈ നീട്ടി എടുക്കാൻ തുടങ്ങിയത് അവ്യക്തമായ എന്തോ സ്വരം അഭിമന്യുവിൻ്റെ കാതുകളിലെത്തി. ജഗ് താഴെ വെച്ച് അഭി കാതോർത്തു. കൊല്ലല്ലേ. വീണ്ടും ആ ശബ്ദമുയർന്നത് അഭി ഒന്ന് ഞെട്ടി. കേട്ടത് സ്ത്രീ ശബ്ദമോ പുരുഷ ശബ്ദമോ എന്ന് അവന് മനസ്സിലായില്ല. പക്ഷേ ഒന്നുറപ്പായി, ആരെയോ കൊല്ലാൻ ശ്രമിക്കുന്നു. ഒറ്റ കുതിപ്പിന് അഭി അടുക്കള വിട്ട് ഇടനാഴിയിലെത്തി. അമ്മാളുവിൻ്റെ മുറിയിൽ ഇരുണ്ട വെട്ടം കണ്ടതും അവൻ അങ്ങോട്ട് കുതിച്ചു. മുറിയുടെ വാതിലിനോട് അടുക്കും മുൻപേ അഭി പിടിച്ചു നിർത്തിയ പോലെ നിന്നു. അകത്തെ കാഴ്ച അവൻ്റെ കണ്ണുകളിൽ ഒരേ സമയം ഭയവും ജിജ്ഞാസയും ഉളവാക്കി. കണ്ണ് ചിമ്മി അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അല്ല, സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. മുറിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ. അവളുടെ കയ്യിൽ കിടന്ന് ശ്വാസം മുട്ടിപ്പിടയുന്ന രാഘവൻ. ആ സ്ത്രീയെ അഭി സൂക്ഷിച്ചു നോക്കി. അഴിഞ്ഞു വീണ കേശം നിലത്തിഴയുന്നു. കണ്ണുകളിൽ അഗ്നി എരിയുന്നതുപോലെ ചതഞ്ഞു പൊട്ടിയ മുഖത്തു നിന്നും ചുടുരക്തം ഒലിച്ചിറങ്ങുന്നു. അടിച്ചുണ്ടുകൾ തുളച്ചുകൊണ്ട് അവളുടെ കൊമ്പുകൾ ഇറങ്ങി നിൽക്കുന്നു. ഒരു ഞെട്ടലോടെ അവൻ അവളെ തിരിച്ചറിഞ്ഞു. അഭി പതിയെ പിന്നിലേക്ക് നീങ്ങി. ഉച്ചത്തിൽ അലറി വിളിക്കണമെന്ന് തോന്നി. പക്ഷേ പേടി കൊണ്ടോ എന്തോ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്നെ കൊല്ലല്ലേ, എല്ലാ തെറ്റിനും മാപ്പ്, പറ്റിപ്പോയി, കൊല്ലല്ലേ. രാഘവൻ ശ്രീപാർവതിക്ക് മുൻപ് തൊഴുതു യാചിച്ചു. കൊല്ലരുതല്ലേ. എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഇതുപോലെ നിൻ്റെയൊക്കെ മുൻപ് കെഞ്ചിയില്ലേ കൊല്ലല്ലേ എന്ന്. കേട്ടോ നീയൊക്കെ? ഇല്ലല്ലോ. രാഘവന് മറുത്തൊന്നും പറയാൻ വാക്കുകൾ കിട്ടിയില്ല. കഴുത്തിൽ മുറുകിയിരിക്കുന്ന ശ്രീപാർവതിയുടെ കയ്യിലെ കൂർത്ത നഖങ്ങൾ തൻ്റെ ഞരമ്പുകൾ തുളച്ചു തുടങ്ങിയത് അയാൾ അറിഞ്ഞു. എന്നെ കൊല്ലല്ലേ രാഘവ, ഞാനും എൻ്റെ കുടുംബവും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, എന്നെ കൊല്ലല്ലേ. കൃഷ്ണവാര്യരുടെ ദീനരോദനം അയാളുടെ ചെവികളിൽ ആർത്തിരമ്പി. അവസാന ശ്രമമെന്ന വണ്ണം അയാൾ ഒരാശ്രയത്തിന് ചുറ്റും നോക്കി. എങ്ങും കനത്ത നിശബ്ദത മാത്രം. ചുവരിൽ കാഴ്ച കണ്ടിരിക്കുന്ന ഇരപിടിയൻ പല്ലിക്ക് പോലും ശ്രീപാർവതിയുടെ മുഖമാണെന്ന് രാഘവന് തോന്നി. പുറത്തെ ഇരുട്ടിൽ കുറേ കണ്ണുകൾ തിളങ്ങുന്നത് അയാൾ കണ്ടു. പതിയെ ആ തിളക്കം അടുത്തു വന്നു. ചെന്നായ്ക്കൾ ചോരയിട്ട് വീഴുന്ന നാവ് നീട്ടി തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളുമുള്ള ചെന്നായ്ക്കൾ ജനലിനരികെ അക്ഷമരായി കാത്തിരിക്കുന്നു. അവറ്റകളെ കണ്ടതും ശ്രീപാർവതിയുടെ മുഖത്ത് ചിരി വിടർന്നു. അവരെ കണ്ടോ? ഇന്ന് നിന്റെ ഈ വൃത്തികെട്ട ശരീരം അവർ കടിച്ചു കീറും. ഇഞ്ചിഞ്ചായി മരിക്കുന്നതിൻ്റെ വേദന നീ അറിയണം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഞാനൊക്കെ അനുഭവിച്ച വേദന നീ അറിയണം. അവളുടെ കണ്ണുകളിൽ നിന്നും രക്തം തിളച്ചിറങ്ങി. ഭയം നിറഞ്ഞ രാഘവൻ്റെ കണ്ണുകൾക്ക് നേരെ അവളുടെ മറുകൈ ഉയർന്നു. ഈ കണ്ണുകൾ കൊണ്ടല്ലേ നീ എൻ്റെയും എൻ്റെ അമ്മയുടെയും പിന്നെ എത്രയോ പാവങ്ങളുടെ നഗ്നത കണ്ട് രസിച്ചത്. ഇനിയിത് ഞാൻ എടുക്കുക. അവൾ ക്രൗര്യമായ ചിരിയോടെ അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. രാഘവൻ വേദന കൊണ്ട് പുളഞ്ഞു. കണ്ണുകളുടെ സ്ഥാനത്ത് രൂപം കൊണ്ട ചോരക്കുഴികളിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങി. വേദനയും നെഞ്ചിൽ കുടുങ്ങിയ പ്രാണവായു മൂലം അയാളുടെ നാവ് പുറത്തേക്ക് തള്ളി. പെൺമാനത്തിന് വില പറഞ്ഞ ആ വൃത്തികെട്ട നാവ് അവൾ വലിച്ചു പറിച്ചെടുത്തു. പാതി ജീവനോടെ തൻ്റെ കയ്യിൽ പിടയുന്ന രാഘവനെ നോക്കി ആനന്ദം കൊണ്ട് പൊട്ടിച്ചിരിച്ചു ശ്രീപാർവതി. ഈ കൈകൊണ്ടല്ലേ നീ എൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തത്? ഇതേ കൈകൊണ്ടല്ലേ എൻ്റെ പാവ അമ്മയുടെ മടിക്കുത്തഴിച്ചത്? ഒടുവിൽ ഇതേ കൈകൊണ്ട് നീ എന്നെ കൊന്നില്ലേ? ചോദ്യങ്ങൾ
പൂർണ്ണമായതും അവൾ അയാളുടെ വലതുകൈ ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെ വലിച്ചു പറിച്ചു. ഒടുവിൽ പുറത്ത് ഊഴം കാത്തിരുന്ന ചെന്നായ്ക്കളുടെ അരികിലേക്ക് അയാളെ വലിച്ചെറിഞ്ഞു. ഒരാർത്തനാദത്തോടെ ജനലഴികൾ തകർത്തുകൊണ്ട് രാഘവന്റെ തടിച്ച ശരീരം പുറത്തുനിന്ന ചെന്നായിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വീണു. നിമിഷനേരം കൊണ്ട് 100 കണക്കിന് ചെന്നായ്ക്കൾ അയാളെ കടിച്ചു കുടഞ്ഞു. ആർത്തലയ്ക്കുന്ന മഴയിൽ അയാളുടെ രോദനം മുങ്ങിപ്പോയി. ഭ്രാന്ത് പിടിച്ച പോലെ ചെന്നായ്ക്കൾ അയാളെ കടിച്ചു കീറാൻ മത്സരിച്ചു. എല്ലാം കണ്ടുനിന്ന ശ്രീപാർവതി പൊട്ടിച്ചിരിച്ചു. അവളുടെ മുഖത്ത് ശത്രുക്കളിൽ ഒരുവനെ ഇല്ലായ്മ ചെയ്തതിൻ്റെ സന്തോഷം നിറഞ്ഞു നിന്നു. എല്ലാം ഒളിഞ്ഞു കണ്ട അഭിമന്യുവിൻ്റെ പാതി ജീവൻ പോയി. അയാൾ ഭയന്ന് വിറച്ചുകൊണ്ട് തിരിച്ചോടി. അടുക്കളയിലിരുന്ന വിളക്ക് കയ്യിലെടുത്തതും അനുസരണയില്ലാത്ത കുളിർക്കാറ്റ് അത് ഊതിയണച്ചു. വിളക്ക് വലിച്ചെറിഞ്ഞ അഭി തപ്പിത്തടഞ്ഞ് പടികൾ കയറി ഇടയിലെവിടെയോ കാലുടക്കി തെറിച്ചു വീണു. പിടഞ്ഞെഴുന്നേറ്റ അഭിക്ക് തൻ്റെ പിന്നാലെ ആരോ വരുന്നത് പോലെ തോന്നി. ശരീരവേദന വകവയ്ക്കാതെ അവൻ ഓടി മുറിയിൽ കയറി വാതിലടച്ചു. നിമിഷ നേരം കൊണ്ട് അയാളുടെ ദാഹം ഭയത്തിന് വഴിമാറി. തീവ്രമായ ഭയം ഉച്ചസ്ഥായിൽ നിലകൊണ്ടു. താഴെ കണ്ട കാഴ്ചകൾ അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാം പകൽ പോലെ വ്യക്തം. രാഘവൻ എന്തിനീ സമയം അവിടെ പോയി? അമ്മാളും എങ്ങനെ ശ്രീപാർവതിയായി മാറി? അഭിക്ക് ഒന്നിനുമൊരു ഉത്തരം കിട്ടിയില്ല. ഭയത്തിൻ്റെ കാഠിന്യം അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം വേഗത്തിലാക്കി. അടുത്ത നിമിഷം വെട്ടിയിട്ട മരം പോലെ അഭി ബോധമറ്റു വീണു. പുറത്ത് മഴ തിമർത്താടുകയാണ്. നീതി നിർവഹണത്തിന് മൂകസാക്ഷികളായ വൃക്ഷലതാദികൾ തലകുലുക്കി നിന്നു. ഉണ്ണേട്ടാ, ഒന്ന് എണീറ്റേ, ഇതൊരു ഉറക്കായത്. കാതിൽ ലക്ഷ്മിയുടെ നനുത്ത ശബ്ദം പതിച്ചതും അഭി കണ്ണു തുറന്നു. ആദിത്യൻ്റെ ഇളം കൈകൾ ജനലഴികളെ തഴുകിത്തലോടി ജാലകത്തിലൂടെ അകത്തേക്ക് ഒഴുകിയെത്തി. ദാ സൂര്യൻ മുഖത്ത് വീണു. എന്നിട്ടും ഇവിടെ ഒരാൾക്ക് നേരം വെളുത്തിട്ടില്ല. കൊച്ചുകുട്ടിയാണെന്ന വിചാരം. അതെങ്ങനാ? പഠിച്ചതും വളർന്നതുമൊക്കെ ഏതോ ഒരു നാട്ടിൽ. അതിൻ്റെ ഗുണമല്ലേ കാണിക്കൂ. ലക്ഷ്മി ആരോടുന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അഭിയെ ഇടം കണ്ണിട്ട് നോക്കി. അഭി കണ്ണു തിരുമ്മി പതിയെ എഴുന്നേറ്റു. തലയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നത് പോലെ അവന് തോന്നി. ശരീരം മുഴുവൻ ഇടിച്ചു നുറുക്കിയ പോലെയുള്ള വേദന. നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ട് അഭി തല താങ്ങിയിരുന്നു. യോ, എന്താ ഉണ്ണിയേട്ടാ വയ്യേ? ലക്ഷ്മി ഓടിച്ചെന്ന് അഭിയെ തൊട്ടുനോക്കി. ഓ, അവൾ ഞെട്ടി കൈ പിന്നോട്ട് വലിച്ചു. എൻ്റെ വള്ളക്കടത്തമ്മേ, ഇതൊരു ചൂടാ, നല്ല പനിയുണ്ടല്ലോ. സാരമില്ല, അത് നിനക്ക് തോന്നുന്നതാ. അഭി അവളെ മാറ്റി നിർത്തി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. തോന്നലൊന്നുമല്ല, പനി തന്നെയാ. ഇപ്പോൾ ഈ കടും കാപ്പി കുടിക്ക്. ഞാൻ വേഗം പോയിട്ട് നല്ല ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാട്ടോ. അവൾ ഒരു കുഞ്ഞിനെ എന്ന പോലെ അഫിയുടെ മുടിയിഴകൾക്കിടയിലൂടെ വിരലോടിച്ചു. അഫി ചെറുചിരിയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു കാമുകിയുടെ പ്രണയവും ഒരമ്മയുടെ വാത്സല്യവും അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടു. പതിയെ അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് താഴ്ത്തിയതും ഒരു പരൽ മീനിനെ പോലെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഊർന്നു മാറി. അയ്യടാ, ശൃംഗരിക്കാൻ കണ്ട നേരം. പനിയാണെങ്കിലും കയ്യിലിരിപ്പിന് ഒരു കുറവുമില്ല. വഷളൻ. അവൾ കപട ദേഷ്യം ഭാവിച്ചുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു. പിന്നെ അവൻ പോലും പ്രതീക്ഷിക്കാതെ ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് ഓടി. വാതിൽ കടന്നതും അവൾ തിരിഞ്ഞു നിന്നു. താഴേക്ക് പോന്നോളൂ, എല്ലാവരും താഴെയുണ്ട്. അച്ഛനും അയാളും കൂടി എവിടെയോ പോകാൻ തയ്യാറെടുക്കുന്നു. അയാളോ? ഏതയാൾ? അഫി നെറ്റി ചൊളിച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി. ആ രാഘവൻ. ലക്ഷ്മി ചിറികൊട്ടി മറുപടി പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു. അഫിയുടെ കൈ വിറച്ചു. അവൾ നൽകിയ കാപ്പി തുളുമ്പി വീണു. ചൂട് കാപ്പിയുടെ പൊള്ളലിന് മീതെ ലക്ഷ്മിയുടെ വാക്കുകൾ അവൻ്റെ ചെവി പൊള്ളിച്ചു. കാപ്പിക്കപ്പ് താഴെ വെച്ച് അഭിമന്യു ധൃതിയിൽ പടികളിറങ്ങി പൂമുഖത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവനെ ഞെട്ടിച്ചു.
പൂമുഖത്ത് എങ്ങോട്ടോ യാത്രയാവാൻ നിൽക്കുന്ന രാഘവനും കുമാരനും. അരികിൽ കൃഷ്ണമേനോൻ. അഫിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഏത് സത്യം ഏത് മിഥ്യ എന്ന് മനസ്സിലാവാതെ അവൻ തറഞ്ഞു നിന്നു. ആ ഉണ്ണി രാഘവൻ തമിഴ്നാട്ടിലേക്ക് പോവാത്രേ. അവിടെ ബിസിനസ് സംബന്ധമായ എന്തോ ആവശ്യം. ഒരു കൂട്ടിന് കുമാരനെ അയക്കാന്ന് വെച്ചു. കൃഷ്ണമേനോൻ്റെ വാക്കുകൾക്ക് അഫി യാന്ത്രികമായി തലകുലുക്കി. അവൻ്റെ കണ്ണുകൾ രാഘവന് മേലും ചിന്ത രാത്രിയിൽ താൻ കണ്ട കാഴ്ചയിലുമായിരുന്നു. രാഘവൻ തനിക്ക് നേരെ വരുന്നത് കണ്ട അഫി പിന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. എന്നാൽ തറയിൽ ഉറഞ്ഞതുപോലെ അവൻ്റെ കാലുകൾ അവിടെ നിന്നും അനങ്ങിയില്ല. ഒരു ധൈര്യത്തിന് കാളകെട്ടിയിലെ രുദ്രശങ്കരൻ നൽകിയ രക്ഷയിലേക്ക് അവൻ്റെ കൈകൾ നീണ്ടു. പക്ഷേ രക്ഷ കൈയിൽ തടഞ്ഞില്ല. അവിശ്വസനീയതയോടെ അവൻ കഴുത്തിലേക്ക് നോക്കി. ഇല്ല, കഴുത്തിൽ രക്ഷയില്ല. എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. രാഘവൻ അവന് മുൻപിൽ വന്നു നിന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കുന്തോറും അവയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. നീ പേടിക്കണ്ട, ഞാൻ നിന്റെ പെണ്ണിനെ ഒന്നും ചെയ്യാനോ മിണ്ടാനോ ഒന്നും പോകുന്നില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു. നീ അത് വിട്ടുകള. അയാൾ അവൻ്റെ തോളിൽ കൈവച്ചു. അവയുടെ ഉള്ളിൽ കിടുങ്ങി. രാഘവൻ്റെ കൈകൾക്ക് വല്ലാത്ത തണുപ്പ്. ഒരു ഐസ് കട്ട തോളിൽ വെച്ചതുപോലെ. അവന് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. തൊണ്ട വരളുന്നു. എല്ലാം വിളിച്ചു പറയണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ അവൻ തറഞ്ഞു നിന്നു. അല്ല, കുഞ്ഞിൻ്റെ രക്ഷ എവിടെ? കുമാരൻ്റെ ചോദ്യം അഫിയെ ചിന്തയിൽ നിന്നും ഉണർത്തി. പറഞ്ഞതുപോലെ രക്ഷ എവിടെ പോയി? ശ്രദ്ധയില്ലാണ്ട് കൊണ്ടേ കളഞ്ഞില്ലേ? കൃഷ്ണമേനോൻ്റെ സ്വരം കടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുമാരൻ സംശയം ഉന്നയിച്ചു. ഒടുവിൽ അയാൾ തന്നെ വഴി കണ്ടെത്തി. തൽക്കാലം എൻ്റെ രക്ഷ തരാം. ഞങ്ങൾ പോകുന്ന വഴി കാളകെട്ടിയിൽ കയറി തന്ത്രി അദ്ദേഹത്തെ കണ്ട് മറ്റൊന്ന് മേടിച്ചോളാം. കുമാരൻ്റെ ആ തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായി. അയാൾ തൻ്റെ കഴുത്തിൽ കിടന്ന രക്ഷ ഊരി അഫിക്ക് നൽകി. അപ്പു മേനോനെ, ഇനി വന്നിട്ട് കാണാം. രാഘവൻ മേനോന് നേരെ കൈവീശി. കഴിയുന്നതും വേഗം മടങ്ങാൻ നോക്കുക. അറിയാലോ കാര്യങ്ങൾ. നമുക്ക് മുൻപ് സമയം കുറവാണ്. അറിയാമേടോ, എനിക്കും സമയം കുറവാണ്. വേഗം വേഗം കാര്യങ്ങൾ തീർത്ത് മടങ്ങണം. അതിനു മുൻപ് നമുക്കൊന്ന് കൂടണം. രാഘവൻ മേനോനെ നോക്കി ചിരിച്ചു. ആവാലോ, ഇപ്പോൾ പോയി വരൂ. ആ പിന്നെ രാഘവ, കുമാരനിലൊരു ശ്രദ്ധ വേണം കേട്ടോ. വള്ളക്കടത്തിന് അപ്പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്തവനാ. കൈവിട്ടു പോയാൽ തീർന്നു. കുമാരന് നേരെയുള്ള മേനോൻ്റെ ആ പരിഹാസം അഭിമന്യുവിലൊഴികെ ബാക്കിയുള്ളവരിൽ ചിരി പടർത്തി. ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി. അവർ പടിപ്പുര കടന്നത് അഭിമന്യു അടുക്കളയിലേക്ക് ഓടി. അടുക്കള കടന്ന് പുറത്തിറങ്ങിയ അഫി അമ്മാളുവിൻ്റെ മുറിയുടെ ജനാലയുടെ സമീപമെത്തി. എന്നാൽ താൻ പ്രതീക്ഷിച്ച കാഴ്ചയായിരുന്നില്ല അഫിയെ അവിടെ കാത്തിരുന്നത്. തലേന്ന് രാത്രിയിൽ രാഘവനെ ശ്രീപാർവതി എടുത്തെറിഞ്ഞപ്പോൾ തകർന്നു വീണ ജനൽ യാതൊരു കേടുപാടുമില്ലാതെ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. ചെന്നായ്ക്കൾ കടിച്ചു കീറിയ രാഘവൻ്റെ ശരീരം പോയിട്ട് ഒരു തുള്ളി രക്തം പോലും അവിടെങ്ങുമില്ല. എന്താ കൊച്ചുമ്പ്ര നോക്കണേ? ചോദ്യം കേട്ട് അഫി ഞെട്ടിത്തിരിഞ്ഞു. പിന്നിൽ ചോദ്യഭാവത്തിൽ അമ്മാളും. ഒന്നുമില്ല. ഇന്നലെ രാത്രിയിൽ ഇവിടെ എന്തോ വീഴുന്ന ഒച്ച കേട്ടു. അഫി ഒഴിഞ്ഞു മാറി. ചിന്താഭാരവുമായി മുൻപോട്ട് നീങ്ങുമ്പോൾ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഇല്ല, ഒന്നിനു മാറ്റമില്ല. പതിവായുള്ള പൂജയും ഹോമവും കഴിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി നിവരുമ്പോൾ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖത്ത് അസാധാരണമായ ഗൗരവം നിറഞ്ഞിരുന്നു. നെയ് നിറച്ച് കൊളുത്തിവെച്ച വിളക്കുകളിൽ 2 അണഞ്ഞിരിക്കുന്നു. ശ്രീപാർവതിയുടെ പടുമരണത്തിന് ഉത്തരവാദികളായ 2 പേർ മാത്രം മംഗലത്തേനി അവശേഷിക്കുന്നു. വാഴൂർ, കീഴ്ശ്ശേരി, പന്തിയൂർ ഇല്ലങ്ങളിൽ നിന്നുള്ള മാന്ത്രികന്മാർ പുലർകാലത്ത് തന്നെ കാളുകെട്ടിയിൽ എത്തിച്ചേർന്നിരുന്നു. കാര്യങ്ങളുടെ ഗൗരവാവസ്ഥ ഏവർക്കും മനസ്സിലായതിനാൽ അന്ന് തന്നെ വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. മാന്ത്രികപുരയുടെ വാതിലടച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ അകത്ത് 3ാമത്തെ നെയ്വിളക്കിൻ്റെ നാളമുലയുന്നത് തന്ത്രി അറിഞ്ഞില്ല. ആദ്യത്തെ കിരണങ്ങൾക്ക് അകമ്പടി സേവിച്ച് കിഴക്ക് നിന്നും ആഞ്ഞു വീശിയ തണുത്ത കാറ്റിൽ ഉലയുന്ന മേൽമുണ്ട് ഒന്നുകൂടി വാരി പുതച്ച് തന്ത്രി ഇല്ലത്തിൻ്റെ പൂമുഖത്തേക്ക് കാൽവെച്ചതും
ഉത്തരത്തിലിരുന്ന ഗൗളി താഴേക്ക് വീണത് ഒന്നിച്ച്. അപശകുനം. നെറ്റി ചുളിച്ചുകൊണ്ട് ശങ്കരനാരായണ തന്ത്രികൾ മന്ത്രിച്ചു. ദേവി, എന്താ ഇപ്പോൾ ഇങ്ങനൊരു ലക്ഷണം? പടുമരണം തന്നെ. അകത്തു നിന്നും താമ്പൂലത്തിൽ 100 തേച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന വാഴൂർ മനയിലെ വസുദേവൻ ഭട്ടതിരിയുടെ വാക്കുകൾ ശങ്കരനാരായണ തന്ത്രിയുടെ കാതിൽ വന്നലച്ചു. ആര്? അങ്ങനെ ചോദിക്കാൻ വാ തുറന്നെങ്കിലും അതിനു പകരം കുമാരൻ എന്ന് തന്ത്രി മനസ്സാ മന്ത്രിച്ചു. പക്ഷേ എങ്ങനെ? കാളകെട്ടിയിലെ മാതൃകന്മാരുടെ രക്ഷയ്ക്ക് ശക്തി പോരായ്മകൾ വന്നുവോ? ആ മനസ്സ് വായിച്ചിട്ടെന്ന വണ്ണം വസുദേവ ഭട്ടതിരി തന്ത്രിയുടെ സംശയങ്ങൾ നിവാരണം ചെയ്തു. ഇനിയിപ്പോൾ എന്തു ചെയ്യും വസുദേവ? തന്ത്രിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണമല്ലോ തന്ത്രി അദ്ദേഹം. ഇനിയൊരു രക്ഷയില്ല. അയാളുടെ വിധി. അങ്ങനെ സമാധാനിക്കുക. നീട്ടിയൊന്ന് മൂളുക മാത്രമായിരുന്നു ശങ്കരനാരായണ തന്ത്രികൾ ചെയ്തത്. അതേസമയം രാഘവന്റെ ബെൻസ് കാർ വള്ളക്കടത്ത് പുഴയുടെ ഓരത്തുകൂടി ചീറിപ്പായുകയായിരുന്നു. വണ്ടിയുടെ ക്രമാതീതമായ വേഗത ഉള്ളിൽ ഭയത്തിൻ്റെ വിത്ത് വിതച്ചപ്പോൾ കുമാരൻ രാഘവനെ ഒന്ന് നോക്കി. അതെ, അല്പം വേഗത കുറയ്ക്കുക. രാഘവനിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല. വണ്ടിക്ക് വീണ്ടും വേഗത വർദ്ധിച്ചു. കുമാരൻ ഭയത്തോടെ ചുറ്റുനോക്കി. കാറ് റോഡിൽ നിന്നും വിട്ട് വള്ളക്കടത്ത് ദേവീക്ഷേത്രത്തിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞത് അയാൾ അറിഞ്ഞു. രാഘവ, വഴി തെറ്റി. ഇതല്ല കാളകെട്ടിയിലേക്കുള്ള വഴി. അയാൾ അല്പം ഉച്ചയുയർത്തി. ഹാ, കിടന്ന് പിടയ്ക്കാതെടോ, എനിക്കറിയാം. രാഘവൻ വെട്ടിത്തിരിഞ്ഞു. അയാളുടെ മുഖത്ത് കനത്ത ഗൗരവം തിങ്ങി നിറഞ്ഞിരുന്നു. കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കവും ചുവപ്പ് രാശിയും. രാഘവനിൽ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം കുമാരനിൽ ഞെട്ടലുളവാക്കി. അയാൾ മറുത്തൊന്നും പറയാതെ പുറത്തേക്ക് കണ്ണോടിച്ചു. കാട് മൂടി ഇരുട്ട് തിങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിന് മുൻപിൽ കടിഞ്ഞാൺ വലിച്ച കുതിരയെപ്പോലെ വണ്ടി നിന്നു. ഡോറ് തുറന്ന് പുറത്തിറങ്ങിയ കുമാരൻ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ശ്വാസം ആഞ്ഞു വലിച്ചു. അയാൾ ഭയത്തോടെ ചുറ്റും കണ്ണോടിച്ചു. കാട്ടുവള്ളികൾ സർപ്പങ്ങളെപ്പോലെ മരങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പൊളിഞ്ഞു തുടങ്ങിയ ചുറ്റുമതിലിന് മുകളിലൂടെ സ്വര്യവിഹാരം നടത്തുന്ന ഇണസർപ്പങ്ങൾ. കഴിഞ്ഞ കാലത്തെ ചില ഓർമ്മകൾ അയാളുടെ മനസ്സിൻ്റെ ഭയത്തിൻ്റെ ആക്കം കൂട്ടി. നമുക്ക് പോകാം രാഘവ. പേടികൊണ്ട് കുമാരൻ്റെ ശബ്ദം വിറച്ചു. മറുപടിയില്ലാതെ വന്നതും അയാൾ പിന്തിരിഞ്ഞു നോക്കി. ഇല്ല, രാഘവൻ പിന്നിലില്ല. കുമാരന് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. കൈവശമുണ്ടായിരുന്ന രക്ഷ ഊരി അഫയ്ക്ക് കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ സ്വയം പഴിച്ചു. പെട്ടെന്ന് ഇരുട്ട് തിങ്ങിയ ക്ഷേത്രവളപ്പിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ കുമാരന് തോന്നി. അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, രാഘവൻ തന്നെ. താൻ എന്തിനാ അതിൻ്റെ അകത്ത് കയറിയേ? കഴിഞ്ഞതൊന്നും മറക്കരുത്, ഇങ്ങോട്ട് പോരൂ. എന്നാൽ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ രാഘവൻ ഉള്ളിലേക്ക് നടന്നു. ഹേ രാഘവ, അവിടെ നിൽക്ക്. അകത്തേക്ക് പോകരുത്, അവിടെ നിൽക്കാൻ. കുമാരൻ രാഘവന് പിന്നാലെ പാഞ്ഞു. എന്നാൽ കാലിൽ വിലങ്ങിട്ട പോലെ കാട്ടുവള്ളി കുരുങ്ങി അയാൾ അടിതെറ്റി തെറിച്ചു വീണു. കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ മുൻപിൽ ആരോ നിൽക്കുന്നത് അയാൾ കണ്ടു. ഇരുട്ടിൽ മുഖം വ്യക്തമല്ല. രാഘവനാണെന്ന തോന്നലിൽ അയാൾ കൈനീട്ടി. മുന്നിൽ നിന്നയാൾ കുമാരൻ്റെ കരം ഗ്രഹിച്ചു. പെട്ടെന്ന് തീയിൽ തൊട്ടതുപോലെ കുമാരൻ കൈവലിച്ചു. തൻ്റെ കൈയിലൂടെ രക്തമൊഴുകിയിറങ്ങുന്നത് കണ്ടതും അയാൾ അലറിക്കൊണ്ട് മുകളിലേക്ക് നോക്കി. ഒരു നിമിഷം നെഞ്ചിനുള്ളിൽ പ്രാണവായു നിലച്ച പോലെ തോന്നിപ്പോയി കുമാരന്. കൺമുൻപിലെ ആ ഭീകര ദൃശ്യം അയാളുടെ മാനസിക നിലയെ പിടിച്ചുലച്ചു. പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ കാട്ടുവള്ളിയിൽ തൂങ്ങിയാടുന്ന രാഘവൻ്റെ മൃതദേഹം. ചെന്നായ്ക്കൾ കടിച്ചുകീറി വികൃതമാക്കിയ ആ ദേഹത്തിൻ്റെ ഇടം കൈയിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം തുള്ളികളായി കുമാരൻ്റെ മുഖത്ത് പതിച്ചു. ഭയത്തോടെ അയാൾ സർവശക്തിയുമെടുത്ത് അലറി വിളിച്ചു. പക്ഷേ കലിതുള്ളി പാഞ്ഞു വന്ന തെക്കൻ കാറ്റ് അയാളുടെ ദീനരോദനത്തെ മുക്കിക്കളഞ്ഞു. 8 ദിക്കും നടുങ്ങുന്ന പോലെ വലിയ ശബ്ദത്തോടെയുള്ള ഇടിമുഴക്കം അവിടേക്ക് കടന്നു വന്നു. തൊട്ടു പിന്നാലെ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലും. കാറ്റിൻ്റെ ശക്തി കൂടി. ചുറ്റും കൊഴിഞ്ഞു വീണ കരികിലകൾ വായുവിൽ ഉയർന്നു പൊങ്ങി.
ചടുല താളത്തിൽ വട്ടം ചുറ്റുന്ന കരികിലകൾക്കിടയിലൂടെ തൻ്റെ അരികിലേക്ക് ഒരു സ്ത്രീരൂപം നടന്നെടുക്കുന്നത് കുമാരൻ ഭയത്തോടെ നോക്കി. അടുത്തു വന്ന രൂപത്തിന് ശ്രീപാർവതിയുടെ രൂപമാണെന്ന് തിരിച്ചറിഞ്ഞത് തൻ്റെ മരണം ആസന്നമായെന്ന് അയാൾക്കുറപ്പായി. ഭയത്തിൻ്റെ കരങ്ങളിൽപ്പെട്ട് വിറച്ചു വിറങ്ങലിച്ച് കിടക്കുന്ന കുമാരനെ നോക്കി ശ്രീപാർവതി ആർത്തട്ടഹിച്ചു. ശക്തമായ കാറ്റിൽ അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾ പാറിപ്പറന്നു. അവൾ കുമാരൻ്റെ അരികിലേക്ക് വായുവിലൂടെ ഒഴുകിയെടുത്തു. എന്നെ ഒന്നും ചെയ്യല്ലേ, അയാൾ കൈകൾ കൂപ്പി അവൾക്ക് മുൻപിൽ യാചിച്ചു. എന്താ, തനിക്ക് ഭയം തോന്നുന്നുണ്ടോ? ജീവിക്കാൻ കൊതിയുണ്ടല്ലേ? പണ്ടൊരിക്കൽ ഞാനും ഇതുപോലെ കരഞ്ഞു പറഞ്ഞില്ലേ? അന്നെൻ്റെ കരച്ചിൽ കണ്ട് രസിച്ചില്ലേ ഇയാള്? രോഷം കൊണ്ട് അവളുടെ ഇരുകണ്ണുകളിൽ നിന്നും ചുടുനിണമൊഴുകാൻ തുടങ്ങി. അവൾ കൈനീട്ടി കുമാരനെ കടന്നു പിടിച്ച് വലിച്ചെറിഞ്ഞു. ഒരാർത്തനാദത്തോടെ അയാൾ ക്ഷേത്രത്തിലെ ബലിക്കല്ലിൽ തലയടിച്ചു വീണു. നിലത്ത് വീണ അയാൾ പതിയെ നിരങ്ങി എഴുന്നേറ്റതും ശ്രീപാർവതിയുടെ കൂർത്ത നഖങ്ങൾ അയാളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ശ്വാസം തടസ്സപ്പെട്ട അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശക്തമായ കാറ്റിൽ ഉറഞ്ഞു തുള്ളുന്ന മരങ്ങൾക്കിടയിലൂടെ കടന്നു വന്ന കൂറ്റൻ കാട്ടുവള്ളികൾ അയാളുടെ കൈകാലുകളെ ചുറ്റി വരിഞ്ഞു. ഇടിക്കും കാറ്റിൻ്റെ ഇരമ്പലിന് മീതെ കുറുനരികളുടെയും തെരുവു നായ്ക്കളുടെയും ഓരിയിടൽ ഉയർന്നു തുടങ്ങി. കാട്ടുവള്ളികളുടെ പരിഞ്ഞുമുറക്കലിൽപ്പെട്ട് വലഞ്ഞ കുമാരൻ വേദന കൊണ്ട് പുളഞ്ഞു. ശ്രീപാർവതിയുടെ കടവായിൽ നിന്നും പുറത്തേക്ക് നീണ്ട ദ്രംഷ്ടകളിൽ നിന്നും ചോര ഇറ്റു തുടങ്ങി. അരുത്, എന്നെ കൊല്ലരുത്! അവസാന ശ്രമമെന്ന പോലെ കുമാരൻ കരഞ്ഞു പറഞ്ഞു. അത് കണ്ട് ശ്രീപാർവതി അലറി ചിരിച്ചുകൊണ്ട് അയാളെ വരിഞ്ഞു മുറുക്കിയ വള്ളികളെ സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അവ കുമാരൻ്റെ കാലുകൾ രണ്ട് വശത്തേക്ക് വലിച്ചു. മരണവേദനയിൽ പുളയുന്ന അയാളെ നോക്കി അവൾ വീണ്ടും വീണ്ടും ആർത്തു ചിരിച്ചു. ഒടുവിൽ ഒരില കീറി മുറിക്കും പോലെ കുമാരൻ രണ്ട് കഷ്ണമായി മാറി വള്ളികളിൽ തൂങ്ങിയാടി. ഉരുണ്ടുകൂടിയ കാർമേഘം തുള്ളിക്ക് ഒരു കുടം കണക്കെ അവിടേക്ക് പെയ്തിറങ്ങി. കുമാരൻ്റെയും രാഘവൻ്റെയും മൃതദേഹങ്ങൾ മഴവെള്ളത്തോടൊപ്പം ഊർന്നു വീണു. ഒടുവിൽ കുത്തിയൊലിച്ച മഴവെള്ളത്തിൽ വള്ളക്കടത്ത് പുഴയുടെ ആഴങ്ങളിലേക്ക് ആ ശരീരങ്ങൾ ആണ്ടുപോയി. ആദിത്യൻ ഉച്ചസ്ഥായിയിൽ കത്തി ജ്വലിക്കുമ്പോഴാണ് മംഗലത്ത് പടിപ്പുര കടന്ന് ദേവദത്തൻ എത്തുന്നത്. പൂമുഖത്തെ ചാരുകസേരയിൽ ഉച്ചയൂണ് കഴിഞ്ഞുള്ള വിശ്രമത്തിലാണ് കൃഷ്ണമേനോൻ. ദേവനെ കണ്ടതും അയാൾ കസേര വിട്ടെഴുന്നേറ്റു. മുൻപ് പലപ്പോഴായി അയാളെ കണ്ടിട്ടുള്ളതിനാൽ മേനോന്റെ മുഖത്ത് പരിചയഭാവം തെളിഞ്ഞിരുന്നു. കടന്നു വരൂ, മേനോൻ ആദിത്യ മര്യാദയോടെ ദേവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഇല്ല, വീട്ടിലേക്ക് കയറരുത് എന്ന് തിരുമേനി പറഞ്ഞിരുന്നു. വന്ന കാര്യം പറയാം. ശ്രീപാർവതിയെ ആവാഹിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. ആദ്യപടി എന്ന വണ്ണം വള്ളക്കടത്ത് ഭഗവതി ക്ഷേത്രം കുറ്റമറ്റതാക്കി ദേവിയുടെ ചൈതന്യം വീണ്ടെടുക്കണം. വേണ്ട ആളുകളെയും പണിയായുധങ്ങളും കൂട്ടി ക്ഷേത്രവളപ്പിലേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്. അറിയാലോ, പിടിപ്പത് പണിയുണ്ട്, സമയവും കുറവാണ്. ദിനം പോകുന്തോറും ആയുസിൻ്റെ ബലം കുറയുമെന്ന് പറയാൻ പറഞ്ഞു. ദേവദത്തൻ ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഉച്ചയൂണ് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഊണ് കഴിഞ്ഞ് മടങ്ങിയാൽ പോരെ? തറവാട്ടിൽ കയറേണ്ട, പത്തായപുരയിലാവാലോ. മേനോന്റെ ചോദ്യം കേട്ടില്ല എന്ന് നടിച്ച് പിന്തിരിഞ്ഞു നോക്കാതെ അയാൾ മുൻപോട്ട് നടന്നു. അത് മേനോന് അല്പം മാനസിക വിഷമം ഉളവാക്കി. ദേവദത്തൻ പടിപ്പുര കടന്നത് മേനോൻ ഉള്ളിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. കുമാരാ, ഡാ കുമാരാ. പെട്ടെന്നാണ് രാഘവനോടൊപ്പം കുമാരനും പോയ കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. അയാളെ അയച്ചത് മണ്ടത്തരമായിപ്പോയി എന്ന് മേനോന് തോന്നി. അയാൾ പെട്ടെന്ന് തന്നെ വസ്ത്രം മാറി ഇറങ്ങി. വള്ളക്കടത്ത് ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളും ഒന്നിച്ചു കൂടുന്ന ആൽത്തറയായിരുന്നു മേനോന്റെ ലക്ഷ്യം. അയാളുടെ കണക്കുകൂട്ടൽ തെറ്റിയിരുന്നില്ല. സ്ഥലത്തെ ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത മറ്റു ചിലരും ആൽത്തറയിൽ കൂടിയിട്ടുണ്ട്. മേനോനെ കണ്ടതും അവർ ബഹുമാനപൂർവ്വം എഴുന്നേറ്റു. എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം അയാൾ ആൽത്തറയിലേക്ക് കയറി നിന്നു. ഒരു നാടുവാഴിയുടെ അതേ ഗാംഭീര്യത്തോടെ അയാൾ ആഗമനോദ്ദേശം അറിയിച്ചു. ആളുകൾക്കിടയിൽ ഒരു മർമ്മരമുയർന്നു. മേനോൻ കൈ ഉയർത്തി. മതി,
പറയുന്നത് കേൾക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളൂ. ആവശ്യത്തിന് ആയുധങ്ങൾ കരുതണം. ബാക്കിയെല്ലാം അവിടൊന്ന് പറയും. കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച് അയാൾ തറവാട്ടിലേക്ക് തിരിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി. സൂര്യൻ രശ്മികളുടെ കാഠിന്യം കുറച്ച് പടിഞ്ഞാറ് ദിക്കു നോക്കി യാത്രയാവുന്നു. മേനോൻ പതിയെ ഇറങ്ങി വള്ളക്കടത്ത് ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഉള്ളിൽ ഉരുണ്ടുകൂടിയ ഭയം വിയർപ്പ് കണികകളായി അയാളുടെ ശരീരം കുതിർത്തു. ദൂരെ നിന്ന് തന്നെ ക്ഷേത്രവളപ്പിൽ ഒത്തുകൂടിയ ജനക്കൂട്ടം മേനോന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. അവസാനമായി ഇതുപോലൊരു ജനസമുദ്രം ഇവിടെ മുക്കിയത് ശ്രീപാർവതിയുടെ മൃതദേഹം കാണാനായിരുന്നു. അല്പസമയം അയാൾ ക്ഷേത്രത്തിൻ്റെ അരികിൽ സംശയിച്ചു നിന്ന് ചുറ്റും കണ്ണോടിച്ചു. മേനോൻ ആരോ നീട്ടി വിളിച്ചു കേട്ട് അയാൾ മുൻപോട്ട് നോക്കി. ശങ്കരനാരായണ തന്ത്രികൾ തന്നെ കൈകാട്ടി വിളിക്കുന്നത് കണ്ടത് അയാൾ അങ്ങോട്ടേക്ക് നടന്നു. ഒരു നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നാശം വരുത്തിയവൻ്റെ കാൽപാദം അവിടെ പതിഞ്ഞതും പ്രകൃതിയുടെ ഭാവം മാറി. ഇളം ചൂട് ജ്വലിച്ചു നിന്ന അരുണനെ കരിമേഘങ്ങൾ വിഴുങ്ങി. അഷ്ടദിക്കും വിറപ്പിച്ചുകൊണ്ട് മേഘങ്ങൾ കൂട്ടിമുട്ടി ഗർജിച്ചു. കല്ലെ പിളർക്കുന്ന ശക്തിയിൽ 4 ദിക്കിൽ നിന്നും ചീറിയെത്തിയ കാറ്റ് അവിടെയാകെ വട്ടം കറങ്ങി. കൂടി നിന്ന ആളുകൾക്ക് തങ്ങൾ പറന്നു പോകും പോലെ തോന്നി. ആരോഗ്യം കൊണ്ടും തടിമിടുക്കുകൊണ്ടും ദുർബലരായ ചിലർ തെറിച്ചു വീണു. വൻമരങ്ങൾ കൊമ്പുകുലുക്കി ഉറഞ്ഞു തുള്ളി. പലരും ഭയത്തോടെ ആദിപരാശക്തിയെ വിളിച്ചു. കീഴ്ശ്ശേരി ഇല്ലത്തെ പത്മനാഭൻ നമ്പൂതിരി പെട്ടെന്ന് അരയിൽ ബന്ധിച്ചിരുന്ന ചെറിയ കിടിയിൽ നിന്നും ഒരു പിടി ഭസ്മമെടുത്ത് നെഞ്ചോട് ചേർത്ത് വായുമന്ത്രം ചൊല്ലി. മന്ത്രസംഖ്യാപ്രകാരം വായുമന്ത്രം ചൊല്ലി ദേവനെ സ്തുതിച്ചുകൊണ്ട് പത്മനാഭൻ തിരുമേനി കയ്യിലെ ഭസ്മം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. അതോടെ ഹുങ്കാരം മുഴക്കി താണ്ഡവമാടിയ കാറ്റ് ശമിച്ചു. പ്രകൃതിയുടെ ഭാവം മാറ്റം മേനോനടക്കമുള്ളവർ ഭയമുളവാക്കിയെങ്കിലും മാന്ത്രികന്മാരുടെ മുഖത്ത് ചിരി മാത്രമായിരുന്നു. മേനോന്റെ ഒരു സഹായം വേണ്ടിവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൾ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞല്ലോ. ശങ്കരനാരായണ തന്ത്രി മേനോനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി തിരുമേനി? മേനോൻ ആകാംക്ഷയോടെ തന്ത്രിയുടെ വാക്കുകൾക്ക് ചെവിയോർത്തു. തന്നെ ഉപയോഗിച്ച് അവളെ ഈ മണ്ണിൽ നിന്നും അകറ്റാനായിരുന്നു ഞങ്ങൾ പദ്ധതിയിട്ടത്. എന്നാൽ അവൾ ഒരു ചുവട് മുൻപേ ഇവിടെ നിന്നും പോയിരിക്കുന്നു. ആഹാ, അത് സന്തോഷം നൽകുന്ന കാര്യമല്ലേ തിരുമേനി? നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? മേനോന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അതത്ര സന്തോഷമുള്ള കാര്യമല്ല മേനോനെ. അവൾ ഇതിനകം മറ്റൊരു മനുഷ്യ ശരീരത്ത് കടന്നുകൂടിയിരിക്കുന്നു. മറ്റൊരു ജീവനിൽ ചേർന്ന് നിൽക്കുന്ന അവളെ ബന്ധിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് നേരിടാം. നാളെ കഴിഞ്ഞാൽ സന്ധ്യാസമയത്തോടെ ആവാഹന കർമ്മങ്ങൾ ആരംഭിക്കാം. വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ. കുമാരനും രാഘവനും നാളെ എത്തുമെന്ന് കരുതുന്നു. അവർ വന്നാൽ എനിക്ക് പിന്നെ ഒരു വേവലാതി ഇല്ല. മേനോന്റെ വാക്കുകൾക്കുള്ള മറുപടി ഒരു മൂളലിലൊതുക്കി തിരിഞ്ഞു നടന്നു തന്ത്രി. കുമാരനും രാഘവനും ശ്രീപാർവതിയുടെ പ്രതികാരത്തിന് ഇരകളായ വിവരം അദ്ദേഹം ബോധപൂർവം മേനോനിൽ നിന്നും ഒളിച്ചുവെച്ചു. ഇതിനോടകം തന്നെ ക്ഷേത്രവളപ്പിന്റെ 4 മൂലയിലും രക്ഷാതകിടുകൾ കുഴിച്ചിട്ട് ബന്ധനം ചെയ്തിരുന്നു. കാടുമൂടിയ ക്ഷേത്രത്തിലെ കടന്നുകയറ്റക്കാരായ നാഗങ്ങളെ സർപ്പപ്രീതിക്കായുള്ള പൂജകൾ കഴിച്ച് അനുകൂലരാക്കി. സമയം കുറവാണ്, പണികൾ ആരംഭിക്കാം. വാഴൂർ വസുദേവൻ ഭട്ടതിരിയുടെ ആജ്ഞ ഇടിമുഴക്കം പോലെ ഉയർന്നു. ആളുകൾ അവരവരുടെ പണിയായുധങ്ങളുമായി തയ്യാറെടുത്തു. വെളിച്ചപ്പാടും കൃഷ്ണമേനോനും തന്ത്രിവര്യന്മാരും മേൽനോട്ടക്കാരായി. ശാപമോക്ഷത്തിൻ്റെ ആദ്യപടിയെന്ന വണ്ണം പണിക്കാരിൽ ആരോ ഒരാൾ ഉയർത്തിയ തൂമ്പ മണ്ണിൽ തൊട്ടതും മൂടി നിന്ന കാർമേഘങ്ങൾ ജലഗണങ്ങൾ കോരിച്ചൊരിയാൻ തുടങ്ങി. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് വിതറിക്കൊണ്ട് കാറ്റ് ആഞ്ഞു വീശി. പടർന്ന് പന്തലിച്ച വള്ളിപ്പടർപ്പുകളും പാഴ്ചെടികളും വെട്ടിയൊതുക്കി ആളുകൾ മുൻപോട്ട് നീങ്ങി. തിമിർത്തു പെയ്യുന്ന മഴയോ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പോ കാറ്റോ ഒന്നും തന്നെ അവർക്കൊരു വെല്ലുവിളിയായില്ല. സന്ധ്യാസമയത്തോടെ പൂർണ്ണമായും വെട്ടിത്തെളിക്കപ്പെട്ട കാട്ടിൽ നിന്നും വള്ളക്കടത്ത് ക്ഷേത്രം സ്വതന്ത്രമായി.
വർഷങ്ങൾക്കപ്പുറം നടന്ന അരുങ്കൊലയുടെ ബാക്കി പത്രമായ ക്ഷേത്രബലിക്കല്ല് മഴയിൽ കുതിർന്ന് തലയുയർത്തി നിന്നു. യാഥാർത്ഥ്യങ്ങളെ മനഃപൂർവ്വം മനസ്സിൽ കുഴിച്ചുമൂടിയ വള്ളക്കടത്ത് ഗ്രാമവാസികൾ അതിനെ നോക്കി നെടുവീർപ്പിട്ടു. അന്നത്തെ പണികൾ പൂർത്തിയാക്കി ആളുകൾ മടങ്ങി. ശങ്കരനാരായണ തന്ത്രിയും കൂട്ടരും അവിടെ തന്നെ തങ്ങി. മേനോൻ മടങ്ങിക്കോളൂ, ഞങ്ങൾക്കിവിടെ കുറച്ച് കർമ്മങ്ങൾ കൂടി ബാക്കിയുണ്ട്. തന്ത്രി ഗൗരവഭാവത്തിൽ മേനോനെ നോക്കി. എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും തന്ത്രിയുടെ മുഖത്ത് കണ്ട അസാധാരണമായ ഗൗരവം മേനോനെ അതിൽ നിന്നും വിലക്കി. അയാൾ പതിയെ തിരിഞ്ഞു നടന്നു. മനസ്സിന് വല്ലാത്ത ഭാരം. മരണഭയം തന്നെ പിടികൂടുന്നു എന്ന തോന്നൽ മേനോന്റെ മനസ്സിനെ മതിച്ചു. മേനോനെ, ഇനിയുള്ള രാത്രികളിൽ മരണഭയം തന്നെ വേട്ടയാടും. ഊണും ഉറക്കവും നഷ്ടമാകും. ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം അത് അനുഭവിക്കുക തന്നെ വേണം. ഇത് വിധിയാണ്. കന്യകയായ ഒരു പെണ്ണിൻ്റെ ശാപത്തിൻ്റെ ഫലം അനുഭവിക്കുക. പിന്നിൽ നിന്നുമുയർന്ന വാഴൂർ വസുദേവൻ ഭട്ടതിരിയുടെ വാക്കുകൾ മേനോന്റെ ഇരുചെവിയിലും ആർത്തലച്ചു. കൃഷ്ണമേനോൻ കണ്ണിൽ നിന്നും മാഞ്ഞതും തന്ത്രി എല്ലാവരെയും ഒന്ന് നോക്കി. ഇനി ആരംഭിക്കാം. വസുദേവൻ ഭട്ടതിരി ഒരു നുള്ള അരിയും തുളസിയും എടുത്ത് നെഞ്ചോട് ചേർത്ത് മന്ത്രം ജപിച്ചുകൊണ്ട് ജലം നിറച്ചു വെച്ചിരുന്ന വാൽക്കിണ്ടിയിൽ നിക്ഷേപിച്ചു. ശേഷം നെഞ്ചിനു കുറുകെ ജപിച്ചു ബന്ധിച്ച പൂണൂൽ കൈവിരലുകളിൽ കോർത്ത് കിണ്ടിയുടെ വാ അടിച്ചു പിടിച്ച് പുണ്യാഹ മന്ത്രം ചൊല്ലി. എണ്ണിക്കെട്ടിയ ദർഭപ്പുല്ലുകൊണ്ട് തീർത്ഥമെടുത്ത് സ്വയമേയും പരിസരവും സഹായികളെയും തളിച്ചു ശുദ്ധി വരുത്തി. ശുദ്ധികർമ്മം കഴിഞ്ഞതോടെ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിനിഗൂഢമായ പൂജാകർമ്മങ്ങൾക്ക് തുടക്കമായി. കുലദൈവങ്ങളെയും മലയിലെ ചാത്തനെയും മനസ്സാ സ്മരിച്ച തന്ത്രി ഹോമകുണ്ഡത്തിലെ അഗ്നി ജ്വലിപ്പിച്ചു. അമ്മേ ദേവി ആദിപരാശക്തി, മന്ത്രതന്ത്ര കർമ്മവിധികളിൽ പിഴവ് വരാതെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിക്കണേ. കൈകൾ കൂപ്പി ആദിപരാശക്തിയെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നുള്ളു പുഷ്പം അഗ്നിയിൽ തർപ്പിച്ച് ചണ്ഡികാമന്ത്രം ഉരുക്കഴിച്ചു. വായുവിൽ ഹോമാഗ്നിയിൽ നിന്നുള്ള നെയ്മണമുള്ള പുകയും കർപ്പൂരത്തിൻ്റെ ഗന്ധവും പടർന്നു. വഴിയിൽ ഇരുട്ട് പരന്നു തുടങ്ങി. പാടവരമ്പുകളിലെ ചെറിയ പൊത്തുകളിൽ നിന്നും പൊന്തൻ തവളകൾ ശബ്ദമുയർത്തി. കാലുകൾ വലിച്ചുവെച്ച് മേനോൻ ആയത്തിൽ നടന്നു. ഇരുട്ട് വീഴും മുൻപ് തറവാട്ടിൽ കയറേണ്ടതായിരുന്നു. അയാൾ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. പെട്ടെന്ന് മേനോന്റെ മുൻപിലൂടെ എന്തോ പാഞ്ഞു. അയാൾ ഞെട്ടി പിന്നോട്ട് മാറി. അടുത്ത വിതയ്ക്കായി ഉഴുതുമറിച്ച പാടത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്നു. അതിൽ വലിയൊരു തവളയെ പിടിക്കാൻ കുത്തിപ്പുളയുന്ന നീർക്കോലി. കൗശലക്കാരനായ വേട്ടക്കാരനെ പോലെ ആ നീർക്കോലി ചെളിയിലൂടെ ഇഴഞ്ഞ് തവളയെ പിടുത്തമിട്ടു. ഹോ, നാശം! പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവന് തവള പിടിക്കാൻ കണ്ട നേര്. നീർക്കോലിയെ വായിൽ വന്ന അസഫി പദങ്ങൾ കൊണ്ട് കുളിപ്പിച്ച് അയാൾ മുൻപോട്ട് നീങ്ങി. പെട്ടെന്ന് കടിഞ്ഞാൻ വലിച്ച കുതിരയെപ്പോലെ മേനോൻ നടപ്പിൻ്റെ വേഗത കുറച്ചു. തന്നെ ആരോ പിന്തുടരുന്നതായി അയാൾക്ക് തോന്നി. ഒരു നിമിഷം മേനോൻ അവിടെ നിന്നു. തോന്നലല്ല, പിന്നിൽ ആരും ഉണ്ട്. നിലാവിൻ്റെ ചെറു ലാഞ്ചന പോലും ഇല്ലാത്തതുകൊണ്ട് ഒരു നിഴൽ പോലും കാണാനില്ല. തനിക്ക് ചുറ്റും അഭൗമമായ എന്തോ ഒരു സുഗന്ധം പരക്കുന്നത് മേനോൻ അറിഞ്ഞു. അയാൾ മൂക്ക് വിടർത്തി ആഞ്ഞു ശ്വസിച്ചു. ചെമ്പകത്തിൻ്റെ കടുത്ത ഗന്ധം അയാളുടെ നാസികയിലേക്ക് ഊഴ്ന്നു കയറി. എങ്ങുനിന്നോ വന്ന കനത്ത കോടമഞ്ഞ് അയാളുടെ കാഴ്ച മറിച്ചു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം മേനോന്റെ മനസ്സിനുണ്ടായില്ല. പിന്നിലാരാ? അയാൾ വിറപൂണ്ട ശബ്ദത്തിൽ ചോദിച്ചു. എന്നാൽ പൊന്തൻ തവളകളുടെ കരച്ചിലല്ലാതെ മറ്റൊരു മറുപടിയും അയാൾക്ക് കിട്ടിയില്ല. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാത്തിരുന്ന് കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.